അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എപ്പോഴും ചിലവർക്കും അറിയില്ല ഈ ബേബി നൈലോൺ ബാൻഡ് കൊണ്ട് എങ്ങനെയാണ് ഇലാസ്റ്റിക് ഉള്ള ഈ ബേബി നൈലോൺ കൊണ്ട് എങ്ങനെയാണ് ഇതുണ്ടാക്കുക, ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പം അതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ മുകളിൽ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇതിപ്പോഴും ആർക്കും അങ്ങനെ ഒരു ഇതുള്ളവർക്കൊന്നും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരാൾക്കും ഒരു പിടുത്തമില്ല. അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ. ഞാൻ ഇത് ഇങ്ങനെ ഒരു പീസ് വരുന്നത് എത്ര മീറ്ററാന്ന് കാണിച്ചു തരാം. ഇതൊരു മീറ്റർ ഉണ്ട്, കറക്റ്റ് 1 മീറ്ററാണിത്. ഇപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഫ്ലവറൊക്കെ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ ഭംഗി കൂട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ഷോപ്പുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു റേറ്റിന് നമുക്കിത് സെയിൽ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് ആർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ബേബീസിന് ഒരു ചുരുങ്ങിയത് നമുക്ക് ഇതുകൊണ്ടൊരു 2 എണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ 1 മീറ്റർ കൊണ്ട് നമുക്ക് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബേബീസിനല്ല, അപ്പോൾ വല്ലാണ്ട് ഇത് വേണ്ട, അതായത് കട്ട് ചെയ്യണത് ഒരു 6 ആകുമ്പോൾ വല്ലാണ്ട് കുഞ്ഞേതാവും. അപ്പോൾ 6 വേണ്ട, ഒരു 12 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 12 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരെണ്ണം കൂടെ ഇതേപോലെ 12 കട്ട് ചെയ്യാം. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കളന്നിട്ട് നോക്കി നോക്കട്ടെ. ഒരു 12, അപ്പോൾ 3 എണ്ണം ഉണ്ടാക്കാം നമുക്ക്. ഈ 1 മീറ്റർ ഇലാസ്റ്റിക് ബേബി നൈലോൺ ബാൻഡ് കൊണ്ട് നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രത്യേകം പറയാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് 1 മീറ്റർ ഇതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാം. ഞാൻ അളവ് കാര്യങ്ങളൊന്നും പറയാണ്ട് ഏകദേശം ഒരു 4 എണ്ണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അളവ് ചെയ്താണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ സ്വല്പം എത്ര ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 12 എന്നുള്ളത് നമുക്കൊരു 13 വെച്ചിട്ട് എടുത്താൽ അത് കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ 13 വെച്ചിട്ട് എടുക്കുമ്പോൾ നോക്കട്ടെ കേട്ടോ. 13 ആകുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാം. നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാം. ഇത് 3. അപ്പോൾ പിന്നെ വല്ലാണ്ട് വേസ്റ്റ് വരുന്നില്ല, ഒരു സ്വല്പം വേസ്റ്റ് വരുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 3 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ഏതായാലും ഞാൻ 13-ൽ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കട്ടെ. ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം വെച്ചിട്ട് 3 എണ്ണം ഒരേ അളവിൽ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 എണ്ണം ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2ൻ്റെ അറ്റം കൂടെ, ഇതിന് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ നല്ല വശം ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ തുന്നിയെടുക്കുക. ഇത് രണ്ടും കൂടെ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്നുകിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ മുകളിൽ തയ്ച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ തുന്നിയെടുക്കുക. അതും കറക്റ്റ് എന്താ പറയുക, റെഡ് നൂല് തന്നെ എടുക്കാനും നോക്കുക.
അപ്പോൾ ഞാൻ വേറെ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് റെഡ് നൂല് തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ കളറ് വേറെ നൂലായാലും കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളിനി ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, നമുക്ക് അടിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ ഇങ്ങനെ തുന്നി കൊടുക്കുക, നന്നായി തുന്നി കൊടുക്കണം, കാരണം തീരെ ഇതാവരുത്, അഴിഞ്ഞു പോരരുത്. കുറേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അപ്പോൾ കുറേ പേര് വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും. പിന്നെ പലർക്കും ഇത് ഉണ്ടാക്കാനും അറിയില്ല. അപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാൻ തന്നെ കാരണം. നേരം വെളുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കരുത്. അപ്പോൾ ഇനി ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ആകെ കുറച്ച് കളറാണ് അവൈലബിൾ ഉള്ളൂ. ഇതെന്താണെന്നുള്ളത് എനിക്കും വാസ്തവത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നോക്കി, അപ്പോഴാണ് ഇതുകൊണ്ടുള്ള ഗുണമൊക്കെ മനസ്സിലായത്. അപ്പോൾ ഓക്കെ, ഇവിടെ തുന്നിയെടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇപ്പോൾ ഉണ്ടോ, തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇവിടെ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ, അങ്ങനത്തെ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മറിച്ച് പിടിച്ചതിന് ശേഷം തുന്നി കൊടുക്കുക, കാരണം ഫ്ലവർ ആണെങ്കിലും ഇതുമെന്ന് പോരരുതല്ലോ. അപ്പോൾ അങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചൊരു പണിയാണ് ഇത്. ഓൾറെഡി ഫ്ലവർ ഉണ്ടാക്കിയ ഫ്ലവറാണല്ലോ, അത് സൂചി കടക്കാൻ കുറച്ചൊരു പണി. ഇനി ലാസ്റ്റ് കെട്ടിടുക. അപ്പോൾ കെട്ടിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോൺ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഫോണിന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന കാരണം കാണില്ല. ഫോൺ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫോൺ വെക്കാതിന് കാരണം ഓൾറെഡി നമ്മൾ ഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയ കളർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വെച്ചത് കൂടെ നോക്കില്ല. ഫോൺ വെക്കാൻ ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ലുക്ക് കണ്ടാലോ.